ലോകം ശ്വാസം അടക്കിപ്പിടിച്ച് കാത്തിരുന്ന 2026 ലോകകപ്പ് ഫൈനൽ മഹാപോരാട്ടത്തിനൊടുവിൽ ഫുട്ബോൾ ലോകത്തിന്റെ പുതിയ രാജാക്കന്മാരായി സ്പെയിൻ സിംഹാസനമേറി. ന്യൂയോർക്കിലെ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ എക്സ്ട്രാ ടൈം വരെ നീണ്ട ചോരയും നീരും ചീന്തിയ പോരാട്ടത്തിനൊടുവിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയെ ഒരൊറ്റ ഗോളിന് തകർത്തെറിഞ്ഞാണ് സ്പാനിഷ് പട തങ്ങളുടെ രണ്ടാം ലോക കിരീടത്തിൽ മുത്തമിട്ടത്. കളിച്ചതും ജയിച്ചതും സ്പെയിൻ മാത്രമാണെന്ന് അടിവരയിടുന്നതായിരുന്നു ഫൈനൽ പോരാട്ടം. ലയണൽ മെസ്സി എന്ന മാന്ത്രികനെ ഒരടി പോലും മുന്നേറാൻ അനുവദിക്കാതെ വരിഞ്ഞുമുറുക്കിയ സ്പാനിഷ് ടോട്ടൽ ഫുട്ബോൾ തന്ത്രങ്ങൾക്ക് മുന്നിൽ അർജന്റീന ഒടുവിൽ മുട്ടുമടക്കി. 64 വർഷങ്ങൾക്ക് ശേഷം തുടർച്ചയായ രണ്ടാം ലോകകപ്പ് എന്ന ലയണൽ മെസ്സിയുടെയും അർജന്റീനയുടെയും ചരിത്ര സ്വപ്നങ്ങൾക്കാണ് എക്സ്ട്രാ ടൈമിങ്ങിന്റെ 105-ാം മിനിറ്റിൽ സൂപ്പർ സബ്ബായി എത്തിയ ഫെറാൻ ടോറസ് അടിച്ചുകയറ്റിയ ആ മാരക ഗോൾ കരിനിഴൽ വീഴ്ത്തിയത്. പെട്രോ പോറോ ബോക്സിന്റെ പിൻഭാഗത്തേക്ക് നീങ്ങിയ പന്ത് നീക്കോ വില്യംസ് മനോഹരമായി ഹെഡ് ചെയ്ത് നൽകിയപ്പോൾ ഒട്ടും സമയം കളയാതെ ടോറസ് പന്ത് അർജന്റീനിയൻ വലയുടെ മേൽക്കുരയിലേക്ക് അടിച്ചുകയറ്റുകയായിരുന്നു. നിശ്ചിത സമയത്തും എക്സ്ട്രാ ടൈമിലും കോട്ട കെട്ടിക്കാത്ത അർജന്റീനിയൻ പ്രതിരോധത്തെയും ഗോളി എമി മാർട്ടിനസിനെയും കാഴ്ചക്കാരാക്കിയായിരുന്നു യൂറോപ്യൻ ചാമ്പ്യന്മാരുടെ ഈ വിശ്വവിജയം. മത്സരത്തിലുടനീളം അർജന്റീനയെ പൂർണ്ണമായും ഔട്ട്ക്ലാസ് ചെയ്യുന്ന പ്രകടനമായിരുന്നു സ്പെയിൻ പുറത്തെടുത്തത്. ഒരു വശത്ത് സ്പെയിൻ ഡിക്കി ഡാക്കയും ടോട്ടൽ ഫുട്ബോളും സമന്വയിപ്പിച്ച് തുരുതുര ആക്രമണം അഴിച്ചുവിട്ടപ്പോൾ മറുഭാഗത്ത് ഒരൊറ്റ ഷോട്ട് പോലും സ്പാനിഷ് ഗോൾ പോസ്റ്റിലേക്ക് ഉതിർക്കാൻ കഴിയാതെ നാണം കെട്ട അവസ്ഥയിലായിരുന്നു അർജന്റീനിയൻ മുന്നേറ്റ നിര.